ദിയ തന്റെ കാമുകനായിട്ടുള്ള കുനാലിന്റെ സത്യസന്ധത പരീക്ഷിക്കാനായിട്ട് അവളുടെ കൂട്ടുകാരുടെ കൂടെ 2 ദിവസത്തെ ട്രിപ്പിന് അയക്കുന്നുണ്ട്. കൂട്ടുകാരി അവനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ച് അവസാനം അവര് രണ്ടുപേരും ഒന്നിച്ചൊരു റൂമിൽ ഒരു രാത്രി സ്റ്റേ ചെയ്യും. പിറ്റേ ദിവസം ഡ്രസ് ഇല്ലാതെയാണ് അല്ലി എഴുന്നേറ്റ് വരുന്നത്. തന്റെ കൂട്ടുകാരിയോട് ചതി ചെയ്തു എന്നുള്ളത് കൊണ്ടാണോ എന്തോ അല്ലി അന്ന് തൊട്ട് ഭയങ്കര മൂഡ് ഔട്ട് ആയിരുന്നു. എന്നാൽ കുണാലിന് ഒരു കൂസലും ഇല്ല. നീ അതൊക്കെ മറന്നേക്കാനാണ് അവൻ അവളോട് പറയുന്നത്. ദിയയെ അല്ലി അങ്ങനെ വിളിച്ചു വരുത്തുന്നുണ്ട്. ദിയ വലിയ ടെൻഷനിലാണ് കുനാലിനെ പറ്റിയ അല്ലിയോട് ചോദിക്കുന്നത്. എന്നാൽ ദിയ ഈ കാര്യങ്ങളൊന്നും അവളോട് പറയാതെ എന്റെ ബോയ് ഫ്രണ്ട് 100% ലോയൽ ആണെന്ന് മാത്രമാണ് പറയുന്നത്. ദിയ അത് കേട്ട് വല്ലാതെ സന്തോഷിക്കുന്നുണ്ട്. അവിടേക്ക് വന്ന കുനാലിനെ അവള് കെട്ടിപ്പിടിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം കണ്ട അല്ലി വലിയ സങ്കടത്തിലായിരുന്നു. പിന്നീട് അവര് 3 പേരും ആ ഒരു ട്രിപ്പ് ഒന്നിച്ച് എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. അതിനിടയിൽ ഒരു ദിവസം കുനാലിനെ എൻഗേജ്മെന്റ് റിംഗ് കാണിച്ച് ദിയ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. കല്യാണം കഴിക്കാം എന്ന് പറയാണ്. അവര് ലൈഫിൽ കല്യാണം കഴിക്കേണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഇപ്പോ ദിയ മുന്നോട്ട് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു വന്നതുകൊണ്ട് തന്നെ കുനാലും അതിന് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഇത് മാറി നിന്ന് കണ്ട അല്ലിക്ക് ഇത് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അവരങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. കുനാലിനെ പിരിയേണ്ടത് ആലോചിച്ച് അല്ലിക്ക് നല്ല വിഷമുണ്ട്. അവരങ്ങനെ യാത്ര പറഞ്ഞു പോകുന്നതിന്റെ ഇടക്ക് അല്ലിയോട് ദിയ കല്യാണത്തിന് വരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കല്യാണത്തിന് ഞാൻ വരില്ലാന്നും വേണമെങ്കിൽ ഹണിമൂണിന് നിങ്ങളുടെ കൂടെ ഞാൻ വരാമെന്നുമാണ് അവള് പറയുന്നത്. കാരണം അല്ലിക്ക് കല്യാണം കഴിക്കുന്നത് ഒന്നും വലിയ താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു. കുനാലും ദിയയും തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവരുടെ റിലേറ്റീവ്സ് എല്ലാവരും ആ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത്ര നാളും കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് നടന്നവര് എൻഗേജ്മെന്റ് ചെയ്തു എന്നറിഞ്ഞിട്ടാണ് അവരെല്ലാവരും എത്തിയിരിക്കുന്നത്. ഇവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് വീണ്ടും അവരോട് എൻഗേജ്മെന്റ് ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ആ ഒരു പാർട്ടിയിൽ അവര് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവരുടെ എൻഗേജ്മെന്റ് കഴിയുന്ന ആ ഒരു സമയത്ത് തന്നെ അല്ലി അവിടേക്ക് വന്ന് ഡാൻസ് എല്ലാം ചെയ്ത് ആ ഒരു ഫംഗ്ഷൻ സൂപ്പർ ആകുന്നുണ്ട്. പക്ഷെ അല്ലിയുടെ ഉദ്ദേശം വേറെയായിരുന്നു. കുനാലിനെ വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് അല്ലി ഇപ്പൊ അവിടേക്ക് എത്തിയിരിക്കുന്നത്. അന്ന് രാത്രി അല്ലിക്ക് ഇടാൻ വേണ്ടി ദിയ ഡ്രസ്സ് കൊടുക്കുന്നുണ്ടെങ്കിലും അല്ലി രാത്രി ഡ്രസ്സ് ഇല്ലാതെയാണ് കിടന്നുറങ്ങാറ് എന്ന് അവള് പറയുന്നുണ്ട്. അവള് റൂമിലേക്ക് പോകുന്നുണ്ട്. രാത്രി സമയം കുനാല് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് വരുമ്പോ പിന്നിലായിട്ട് അല്ലി വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അല്ലി അവനെ കണ്ടിട്ട് അവിടെ നിന്ന് അനങ്ങാതെ നിൽക്കാണ്. അവൻ തിരിഞ്ഞു നോക്കിയപ്പോ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അവൾ മനഃപൂർവ്വം ചെയ്തതായിരുന്നു ഇത്. കുനാൽ അവിടെ നിന്ന് പേടിച്ചോടാണ്. പിന്നെ ഡ്രസ്സ് ചെയ്ത് വന്ന അല്ലിയോട് കുനാലിന് എന്തെങ്കിലും പറയാൻ തന്നെ ചമ്മലായിരുന്നു. എന്നാൽ അല്ലി ചോദിക്കുന്നത് നീ എന്താണ് ഈ മറയ്ക്കുന്നത്, മറക്കേണ്ട കാര്യമുണ്ടോന്ന്. അങ്ങനെ അവര് രണ്ടുപേരും അവിടെ നിന്ന് ചിരിക്കുകയാണ്. പിറ്റേ ദിവസം ഈ ഒരു കഥ ദിയയോട് അവർ രണ്ടുപേരും പറയുന്നുണ്ടെങ്കിലും ദിയക്ക് ദഹിക്കുന്നില്ലായിരുന്നു. അല്ലിക്ക് പൂരി കഴിക്കാൻ തോന്നുന്നു പറഞ്ഞതും കുനാൽ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹാഫ് വൈഫിന് നീ അതെങ്കിലും ചെയ്യണ്ടേന്ന് പറഞ്ഞ് അല്ലി കുനാലിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കണ്ടിട്ടും ദിയക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. പിന്നീട് എന്താ സംഭവിച്ചു എന്നറിയാൻ ഈ മൂവിയുടെ ഫുൾ എക്സ്പ്ലനേഷൻ കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.